ആക്ച്വലി വെരിക്കോസ് വെയിൻ പേഷ്യൻസ് പലപ്പോഴും സർജറി പറയുമ്പോഴാണ് വരാറുള്ളത് തന്നെ. അപ്പം സർജറി ചെയ്തു അല്ലെങ്കിൽ പല രീതിയിലുള്ള പേഷ്യൻസ് വരാറുണ്ട്. ഒന്ന്, അവർക്ക് വെരിക്കോസ് വെയിൻ കണ്ടു, അവർക്ക് വേദനയുണ്ട്, യൂഷ്വലി അതുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി ആയിട്ട് കാണാറുള്ളത് ഒരു സർജറി അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും. അപ്പോൾ അവിടെ വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് സർജറിയോ അല്ലെങ്കിൽ ലേസറോ മൈക്രോ ഇൻവേസീവ് സർജറി, സ്ലീറോതെറാപ്പി ഇതൊക്കെ. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ പേഷ്യൻസ് ആരും അത്ര പലപ്പോഴും അതൊരു വലിയ കോസ്റ്റ്ലിയും അല്ല, അതേസമയത്ത് വലിയ ഹോസ്പിറ്റലൈസേഷൻ വേണ്ട. ഇപ്പൊ ഇതെല്ലാം കാണുമ്പോൾ എന്തോ മിനിമൽ പ്രൊസീജിയർ ആണെന്നുള്ള വേഗം പോയി ചെയ്യുക എന്നുള്ളതാണ് പലരും ചെയ്യുന്നത്. അങ്ങനെ വലിയ പെയിൻഫുൾ ഒന്നുമല്ല, ഹോസ്പിറ്റലൈസേഷൻ വേണ്ട, റെസ്റ്റ് വേണ്ട, ഇതൊന്നും ഇല്ലാത്ത കാരണം വളരെ ലാഘവത്തോടെ കണ്ട സർജറി ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ചിലർ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി അല്ല, കുറച്ചും കൂടെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ. ഇപ്പം നമ്മൾ ഇതിലൊന്നും ഒത്തിരി കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, നമ്മളുടെ ലെവലിലുള്ള എഡ്യൂക്കേഷൻ ഡോക്ടേഴ്സോ നഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസോ PhD ഒന്നും അല്ല, ഒരു ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ യൂഷ്വലി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റുള്ള ഓപ്ഷൻസ് എന്തൊക്കെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് വരുന്നവരാണ് യൂഷ്വലി എൻ്റെ അടുത്ത് വരാറുള്ളത്. അതിൽ ചിലർ പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് ഒന്നുകൊണ്ടും ഒന്നുമില്ല, ഒന്നും രക്ഷയില്ലാതിരിക്കുന്നവരാണ്.